സാർ, കേരള സമൂഹത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ആരെങ്കിലും ഉയർത്തി മുകളിലെത്തിക്കുകയും പിന്നീട് താഴെ ചവിട്ടിത്താക്കുകയും ചെയ്യും. അത്തരത്തിലൊരു സംഭവം ഇനി രമേശ് ചെന്നിത്തലയെ ബാധിക്കുമോ? കാരണം വലിയ രീതിയിൽ ഉയർത്തിക്കൊണ്ടു പോവുകയാണ്, പ്രത്യേകിച്ച് NSS എല്ലാം. അങ്ങനെ ഉയർത്തിക്കൊണ്ടു പോകുന്നത് ഒരു പടുകുഴിയിലേക്ക് വീഴുന്നതായിരിക്കുമോ ഇനി സംഭവിക്കുന്നത്? അല്ല, NSS രമേശ് ചെന്നിത്തലയ്ക്ക് അനുകൂലമായി സുകുമാരൻ നായർ സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കി. അത് എൻ്റെ ഒരു നിരീക്ഷണത്തിൽ രമേശിനെ അത് അനുകൂലമായോ പ്രതികൂലമായോ കാര്യമായിട്ട് ബാധിക്കാനില്ല. കാരണം രമേശ് ചെന്നിത്തല എന്ന് പറയുന്ന ഒരു നേതാവിനെ കേരള സമൂഹത്തിൽ, അല്ലെങ്കിൽ അദ്ദേഹം ജനിച്ചു വളർന്ന നായർ സമുദായത്തിൽ അദ്ദേഹത്തിന് NSSൻ്റെ ഒരു പിന്തുണ അനിവാര്യമായ ഘടകമൊന്നുമല്ല. എല്ലാവർക്കും അറിയാമല്ലോ അദ്ദേഹം ആരാണ് എന്താണെന്നൊക്കെയുള്ളൊരു കാര്യം. പക്ഷേ NSSൻ്റെ ഒരു പരിമിതിക്കകത്ത് ആ ലിമിറ്റേഷൻ നിൽക്കുന്ന ഒരു നേതാവല്ല രമേശ് ചെന്നിത്തല. രമേശിൻ്റെ അതിന് മുകളിലാണ്. ഇപ്പം രമേശ് തന്നെ നിലയെ ഉയർത്തിക്കൊണ്ട് വരാൻ NSS ശ്രമിക്കുന്നു എന്നെനിക്ക് തോന്നുന്നില്ല. സുകുമാരൻ നായർ അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പറഞ്ഞു. പക്ഷേ ആ അഭിപ്രായത്തോടെ സുകുമാരൻ നായർ എന്ന് പറയുന്ന NSS നേതാവിനോട് നായർ സമുദായത്തിന് അംഗീകാരമോ ആദരവോ ഉള്ള ഒരാളല്ല. അതൊരു ഫാക്റ്റാണ്. അത് പകൽ പോലെ വ്യക്തമായൊരു ഫാക്റ്റാണ്. അദ്ദേഹത്തിന് അങ്ങനെ ഒരു ബാർഗിൻ പവറും യഥാർത്ഥത്തിൽ ആ സമുദായത്തിന് അകത്തില്ല എന്നുള്ളതാണ് വാസ്തവം. പല സമുദായ നേതാക്കന്മാരുടെ സ്ഥിതി അതൊക്കെ തന്നെയാണ്. അവർ പറയുന്നതനുസരിച്ച് അംഗങ്ങളും അല്ലെങ്കിൽ ആ സമുദായത്തിൽ ജനിച്ചവരൊന്നും വോട്ട് ചെയ്യുന്നത് വളരെ അപൂർവമാണ്. ഇവൻ മതമേലധ്യക്ഷന്മാർ പറയുന്നിടത്ത് പോലും ക്രിസ്ത്യാനികൾ വോട്ട് ചെയ്യുന്നില്ല. ക്രിസ്ത്യാനികൾ അവർക്ക് ഇഷ്ടമുള്ള അവരെ ശരി തെറ്റൊക്കെ തിരിഞ്ഞ് വോട്ട് ചെയ്യുന്നതാണ്. പ്രായമായ ചില ആളുകൾ മാത്രമേ ഉള്ളൂ ആ വ്യത്യാസം വരുന്നത്. രമേശ് ചെന്നിത്തലയെ തകർക്കാൻ ശരിക്കും ശ്രമം നടക്കുന്നത് ഉയർത്തിക്കൊണ്ട് വന്നത് കോൺഗ്രസ്സാണ്. രമേശ് ചെന്നിത്തല എന്നൊരു നേതാവിനെ സൃഷ്ടിച്ചത് കോൺഗ്രസ് പാർട്ടിയാണല്ലോ, അല്ല നായർ സർവീസ് സൊസൈറ്റി അല്ലല്ലോ. അദ്ദേഹം NSSൻ്റെ കരയോഗ പ്രവർത്തകനായിട്ടല്ല തുടങ്ങിയത്. NSSുമായിട്ട് അദ്ദേഹത്തിനുള്ള ബന്ധം അദ്ദേഹം ഈ സമുദായത്തിൽ ജനിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. NSSൻ്റെ ഒരു മേഖലയിൽ അദ്ദേഹം പ്രവർത്തിച്ചിട്ടുള്ള ആളല്ല. രമേശ് ചെന്നിത്തല എന്നൊരു നേതാവിനെ ഉയർത്തിക്കൊണ്ടുവന്നത് കോൺഗ്രസ് പാർട്ടിയാണ്. ഇന്ദിരാഗാന്ധിക്ക് ഏറ്റവും പെറ്റായിട്ടുള്ള ആളായിരുന്നു. രാജീവ് ഗാന്ധിക്ക് വലിയ ഇഷ്ടമായിരുന്നു. കരുണാകരൻ്റെ സ്വന്തം ആളായിരുന്നു. അങ്ങനെ പെട്ടെന്ന് വന്നു. വളരെ ചെറുപ്പത്തിൽ KSUവിൽ വന്നു, NSUവിൽ വന്നു, യൂത്ത് കോൺഗ്രസ്സിൽ വന്നു, കോൺഗ്രസ്സിൽ വന്നു, KPCC പ്രസിഡൻ്റായി. അങ്ങനെ കൃത്യമായി, അതായത് താഴത്തെ തട്ടിയും തുടങ്ങി KPCC പ്രസിഡന്റ് വരെയായ ഒരു നേതാവേ കേരളത്തിലെ കോൺഗ്രസ്സിലുള്ളൂ എന്നാണ് എൻ്റെ വിശ്വാസം. അത് രമേശ് ചെന്നിത്തലയായിരിക്കും. അദ്ദേഹം അല്ല, അങ്ങനെ പറയുമ്പോഴും ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് അദ്ദേഹത്തിന് ആഭ്യന്തരമന്ത്രിയാകാൻ ഈ ഒരു പുത്തരിക്കണ്ടത്ത് വിളിച്ച വലിയൊരു യോഗമുണ്ടായിരുന്നല്ലോ, NSSൻ്റെ യോഗമുണ്ടായിരുന്നു. സുകുമാരൻ നായർ പറഞ്ഞു താക്കോൽ സ്ഥാനത്ത് തങ്ങളുടെ ഒരു ആൾ എത്തുക എന്ന പ്രസ്താവനയ്ക്ക് പിന്നാലെയാണല്ലോ ആ ചുമതല ഏറ്റെടുക്കുന്നത്. പിന്നീട് അദ്ദേഹം ചുമതല കിട്ടിയതിന് ശേഷം എന്ത് ചെയ്തു? മറ്റൊരു പ്രസ്താവന ഇദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. അതിനുശേഷമാണ് 9 വർഷത്തോളം ഉണ്ടായ പിണക്കത്തിൻ്റെ പശ്ചാത്തലത്തിലേക്ക് നീങ്ങുന്ന സാറിന് തന്നെ അറിയാമായിരിക്കും. കാരണം അദ്ദേഹം പറയുന്നത് എന്നെ ഈ നായർ ലേബലിൽ ഒതുക്കിക്കളയരുതെന്ന് അദ്ദേഹം പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ NSS അത് കണ്ടത് ഒരു ചുമതല ലഭിക്കുന്നു, തങ്ങൾ പോരാടി വാങ്ങിക്കൊടുക്കുന്നു, പക്ഷേ പിന്നീട് അത് ലഭിച്ചപ്പോൾ തങ്ങളുടെ സംഘടനയെ തള്ളിപ്പറഞ്ഞു എന്ന ചിന്തയാണല്ലോ ഇത്രയും നാൾ അദ്ദേഹത്തെ മാറ്റി നിർത്താനുള്ള കാരണം. അല്ലാതെ എൻ്റെ കൈനസൽ അന്നത്തെ ആ സുകുമാരൻ നായരുടെ സ്റ്റേറ്റ്മെൻറ്റ് വന്നത് ഒരു പ്രത്യേക സാഹചര്യത്തിലാണ്. കാരണം ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും തമ്മിൽ യഥാർത്ഥത്തിൽ കോൺഗ്രസിനകത്തുണ്ടായിരുന്ന ഒരു ധാരണ ഞാൻ മനസ്സിലാക്കുന്നത് 2.5 വർഷം കഴിയുമ്പോൾ രമേശിനെ മുഖ്യമന്ത്രിയാക്കാമെന്നായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എൻ്റെ ഒരു ഇൻഫർമേഷനാണ് ഞാൻ പറയുന്നത്. ഒരു മാധ്യമ പ്രവർത്തകൻ എന്നുള്ള നിലയിൽ, ഒരു സാമൂഹ്യ രാഷ്ട്രീയ പ്രവർത്തകൻ എന്നുള്ള നിലയിൽ എൻ്റെ കിട്ടിയ ഇൻഫർമേഷനാണ്. അത് ശരിയാകണമെന്നില്ല, ഇൻഫർമേഷൻ വെച്ച് ഞാൻ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. തന്നെയല്ല, ഉമ്മൻചാണ്ടി ആൻ്റണി ഗ്രൂപ്പിൻ്റെ നേതാവായിരുന്നല്ലോ, രമേശ് ചെന്നിത്തല ഈ ഗ്രൂപ്പിൻ്റെ നേതാവാണ്. ഈ 2 ഗ്രൂപ്പുകൾ തമ്മിലൊരു ഒരു ഫ്രിക്ഷനുണ്ട്. ഒരു ഗ്രൂപ്പ് മറ്റൊരു ഗ്രൂപ്പിനെ വളരാൻ അനുവദിക്കത്തില്ല. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ രമേശ് ചെന്നിത്തലയ്ക്ക് ആഭ്യന്തരം കൊടുത്താൽ അത് A ഗ്രൂപ്പിന് ഒരു വെല്ലുവിളിയാകുമോ എന്ന് ഉമ്മൻചാണ്ടിക്ക് ഒരു സംശയം വന്നു. ഉമ്മൻചാണ്ടിക്ക് വെല്ലുവിളിയാകുമോ എന്ന് കരുതുന്ന ഒരാളല്ല അദ്ദേഹം. അദ്ദേഹം എപ്പോഴും സംരക്ഷിച്ചിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഗ്രൂപ്പിൻ്റെ താല്പര്യമാണ്. വ്യക്തിപരമായ താല്പര്യം ഒരിക്കലും ഉമ്മൻചാണ്ടി ഒരു കാര്യത്തിലും നോക്കിയിട്ടില്ല. ഗ്രൂപ്പിൻ്റെ താല്പര്യം മറ്റാരേക്കാളും A ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ആൻ്റണി ഗ്രൂപ്പ് എന്നൊക്കെ പറഞ്ഞെങ്കിൽ അത് ഉമ്മൻചാണ്ടി കൊണ്ടുനടന്ന ഒരു ഗ്രൂപ്പാണ്. ഉമ്മൻചാണ്ടി ഇല്ലെങ്കിൽ എന്താണ്? ആൻ്റണി ഇട്ടിരിക്കുന്ന ആദർശക്കുപ്പായം എന്ന് പറയുന്നത് ഉമ്മൻചാണ്ടി തുന്നി കൊടുത്തതാണ്. അപ്പോൾ സാറ് പറഞ്ഞു അങ്ങനെ ഒരു ധാരണയിൽ നിന്ന് ഉമ്മൻചാണ്ടി പിന്മാറിയിട്ടുണ്ട് ഗ്രൂപ്പിന് വേണ്ടി. രമേശ് ചെന്നിത്തലയെ ആ UDF ഗവൺമെൻറ് ഒതുക്കി നിർത്താൻ ഒരു ശ്രമം വന്നു എന്നുള്ളൊരു വാസ്തവമാണ്. അത് സംഘടിതമായി. ഈ 2.5 വർഷത്തിൻ്റെ കണക്ക് പറഞ്ഞ് മുഖ്യമന്ത്രി സ്ഥാനം അല്ല, മുഖ്യമന്ത്രി സ്ഥാനം ഉമ്മൻചാണ്ടി ഏൽക്കുമ്പോൾ 2.5 വർഷം രമേശ് ചെന്നിത്തലയ്ക്ക് മുഖ്യമന്ത്രിയാകാൻ അവസരം കൊടുക്കാം എന്നൊരു അനൗപചാരികമായ ധാരണ ഉണ്ടായിരുന്നതായിട്ട് ഉപശാലകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് കൃത്യമായി അങ്ങനെ പറയാൻ നമുക്ക് പറ്റുകയില്ല. പക്ഷേ ഉപശാലകളിൽ കേട്ട ഒരുപക്ഷെ ഇത്തരം അണ്ടർസ്റ്റാൻഡിങ്ങുകളൊന്നും ഏതെങ്കിലും പ്രമാണത്തിൽ എഴുതി വെച്ചല്ലല്ലോ വരുന്നത്. അതൊക്കെ നേതാക്കന്മാർ തമ്മിലൊരു ധാരണയാണ്. പക്ഷെ ഒരു കാര്യം വ്യക്തമാണ്, ഉമ്മൻചാണ്ടി സർക്കാരിൽ അധികാരത്തിൽ വന്നു രമേശ് ചെന്നിത്തലയെ
ഒരു പടി താഴെ നിർത്തണം, അല്ലെങ്കിൽ രമേശ് ചെന്നിത്തലയെ മുഴുവൻ ടാർഗറ്റ് ചെയ്ത് എ ഗ്രൂപ്പിലെ ചില പ്രമുഖർ നീങ്ങിയപ്പോൾ പെട്ടെന്ന് സുകുമാരൻ നായരുടെ സ്റ്റേറ്റ്മെൻറ്റ് വരുന്നത്. സുകുമാരൻ നായരുടെ സ്റ്റേറ്റ്മെൻറ്റ് രമേശ് ചെന്നിത്തലയെ താക്കോൽ സ്ഥാനത്തിരുത്തണമെന്ന സുകുമാരൻ നായരുടെ സ്റ്റേറ്റ്മെൻറ്റ് യഥാർത്ഥത്തിൽ രമേശ് ചെന്നിത്തലയ്ക്ക് ഗുണം ചെയ്തില്ല, അത് ദോഷമാണ് ചെയ്തത്. അതൊരു പക്ഷേ രമേശ് ചെന്നിത്തലയുടെ അറിവോടുകൂടി കൊടുത്തൊരു സ്റ്റേറ്റ്മെൻറ്റും ആകാൻ സാധ്യതയില്ല. സുകുമാരൻ നായർ ബുദ്ധിപൂർവ്വം കാര്യങ്ങൾ നീക്കുന്ന ഒരു സമുദായ നേതാവല്ല. അദ്ദേഹത്തിൻ്റെ താല്പര്യങ്ങൾ മാത്രമേ ഉള്ളൂ. വായി വരുന്നത് കോതയ്ക്ക് പാട്ടെന്ന് പറഞ്ഞ പോലെ പറയാമല്ലോ. ബുദ്ധിയുള്ള ഒരാളും ഇങ്ങനെയൊന്നും പറയത്തില്ല. അത് അതിനെക്കാട്ടി വലിയ വിവാദമായ സ്റ്റേറ്റ്മെൻറ്റ് സുകുമാരൻ നായർ നടത്തിയില്ലേ, ശശി തരൂർ തറവാടി നായരാണ്. ഇതൊന്നും കേരളത്തിലെ ആനുകാലിക രാഷ്ട്രീയമോ ഇവിടുത്തെ ഡെമോഗ്രഫിയോ ഇവിടുത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങളോ പരിഗണിക്കുന്ന ആവറേജ് ഐക്യു. അതെന്തുകൊണ്ടായിരിക്കും കഴിഞ്ഞ തവണത്തെ മന്നം ജയന്തിയുമായി ബന്ധപ്പെട്ട് ശശി തരൂരിനെയായിരുന്നു ഉയർത്തിക്കാട്ടിയത്. അദ്ദേഹം മുഖ്യമന്ത്രിയാകുമെന്ന ചർച്ച ഇതിന് സമാനമായ രീതിയിൽ തന്നെ അന്ന് ഉയർന്നു വന്നിരുന്നു. ഇപ്പോൾ 1 വർഷം കഴിഞ്ഞതും അങ്ങനെ രമേശ് ചെന്നിത്തലയ്ക്ക് കടക്കാനുള്ള കാരണം എന്തായിരിക്കും? അല്ല, ഇത് ഈ NSSൻ്റെ ഒരു കാര്യം നോക്കാമെങ്കിൽ NSS കുറേ കാലമായിട്ട് ഒരു AICC പോലാണ് പോകുന്നത്. ഇപ്പോൾ ഈ വർഷം രമേശ് ചെന്നിത്തലയെ വിളിച്ചിരുന്നു. 2025 24 ശശി തരൂർ വന്നു, 2024 തെന്നല ബാലകൃഷ്ണപിള്ള വന്നു. ഞാൻ ചോദിക്കുന്നത് NSSന് കോൺഗ്രസ്സുകാർ നേതാക്കന്മാർ മാത്രമേ ഉള്ളൂ അനുയോജ്യരായിട്ട് ഈ മന്നം ജയന്തി സമ്മേളനത്തിൽ പങ്കെടുക്കാൻ ക്ഷണിക്കാൻ? NSS എത്രയോ കാലമായി ഉയർത്തുന്ന ഒരു മുദ്രാവാക്യമാണ് സാമ്പത്തിക സംവരണം. ഈ സാമ്പത്തിക സംവരണം ഇന്ത്യയിൽ ഭരണഘടന ഭേദം ചെയ്ത് നടപ്പിലാക്കിയത് നരേന്ദ്രമോദിയല്ലേ? മോദിയോ അല്ലെങ്കിൽ അമിത്ഷായെ വിളിച്ചാൽ സസന്തോഷം അവരിവിടെ വരില്ലേ? എന്താ വിളിക്കാത്തത്? അതിൻ്റെ പിന്നിൽ രാഷ്ട്രീയ സാഹചര്യമില്ലേ? ഇനിയും പോട്ടെ, അവിടെ നിൽക്കട്ടെ. കേരളത്തിൽ ഈ 10% സംവരണം കൊടുത്തതാരാണ്? പിണറായി വിജയനാണ്. പിണറായി വിജയന് പകരം വന്ന VS അച്യുതാനന്ദൻ ആയിരുന്നു മുഖ്യമന്ത്രിക്ക്, അദ്ദേഹം കൊടുക്കുമായിരുന്നില്ല. ഇനി അത് പോയിക്കോട്ടെ. ഇടതുപക്ഷ ഗവൺമെൻറ്റിന് പകരം UDFൻ്റെ ഗവൺമെൻറ് രമേശ് ചെന്നിത്തലയായിരുന്നു മുഖ്യമന്ത്രി എന്ന് വിചാരിക്കൂ. ലീഗിൻ്റെ പിന്തുണയോടെ ഈ 10% മുന്നോക്കക്കാർക്ക് കൊടുക്കുമായിരുന്നു. കൊടുക്കത്തില്ലെന്ന് പകരപോലെ വ്യക്തമായ കാര്യമല്ലേ? കൊടുക്കാൻ പറ്റുമായിരുന്നില്ല. ലീഗ് അതിന് അനുവദിക്കുമായിരുന്നില്ല. ലീഗിൻ്റെ അന്ത്യശാസനം വിട്ട് ലീഗ് കണ്ണുരുട്ടിയ താഴെ ഇരിക്കും കോൺഗ്രസ് നേതാക്കന്മാർ. പിന്നോട്ട് ബാക്കി നടത്തുന്ന കാര്യം. LDFനെ സംബന്ധിച്ചിടത്തോളം CPI എതിരായിരുന്നു 10% റിസർവേഷൻ മുന്നോക്കക്കാർക്ക് കൊടുക്കുന്നതിനായിട്ട്. പക്ഷേ അതൊക്കെ അവഗണിച്ചുകൊണ്ട് ധീരമായിട്ട് നടപ്പിലാക്കിയത് പിണറായി വിജയനല്ലേ. പിണറായി വിജയൻ എന്തെങ്കിലും രാഷ്ട്രീയമായിട്ട് എതിർത്തുള്ളൂ. അതുകൊണ്ട് പിണറായി വിജയൻ ചെയ്ത് എല്ലാം അങ്ങ് മോശമാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നാഷണൽ ഹൈവേ ഉണ്ടാക്കിയതും ഗ്യാസ് പൈപ്പ് ലൈൻ ഉണ്ടാക്കിയതും എല്ലാം മോശമാണെന്ന് നമുക്ക് പറയാൻ പറ്റും. എനിക്ക് അദ്ദേഹത്തോട് ശക്തമായ രാഷ്ട്രീയ വിയോജിപ്പുള്ള ആളാണ്. അദ്ദേഹം ചെയ്ത നല്ല കാര്യം നല്ലതാണ്, ചീത്തക്കാര്യം ചീത്തയാണെന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല. ഞാൻ പറഞ്ഞു വന്നത്, എന്തുകൊണ്ട് കേരളത്തിലെ മുഖ്യമന്ത്രിയെ വിളിച്ചില്ല? കേരളത്തിലെ മുഖ്യമന്ത്രി വേണ്ട, ധനമന്ത്രി ബാലഗോപാൽ, അത് നായർ സമുദായത്തിൽ ജനിച്ച ഒരാളല്ലേ, അദ്ദേഹത്തിനെ വിളിക്കാമല്ലോ. അല്ലെങ്കിൽ വേറെ ആളുകളൊക്കെ ഉണ്ടല്ലോ അതിനകത്ത്. ഏതെങ്കിലും ഒരു നേതാവിനെ വിളിക്കാമായിരുന്നു. ഇല്ലാതെ കോൺഗ്രസ്സുകാരെ മാത്രം വിളിച്ച് തനിക്ക് പെറ്റായിട്ടുള്ള തനിക്കിഷ്ടമുള്ള കോൺഗ്രസ് നേതാക്കന്മാരെ വളർത്തിക്കൊണ്ടുവന്ന് തൻ്റെ നിയന്ത്രണത്തിലുള്ളൊരു UDF ഗവൺമെൻറ് ഉണ്ടാക്കാനാണ് സുകുമാരൻ നായർ. അല്ല, അങ്ങനെ പറയുമ്പോഴും ഈ VD സതീശനെ അങ്ങനെ തള്ളിക്കളയാൻ കഴിയുമോ? ഈ NSSൻ്റെ പിന്തുണ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഓരോ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും VD സതീശൻ കൂടുതൽ കരുത്തനായല്ലേ മാറുന്നത്? അല്ല, രമേശ് ചെന്നിത്തലയുമായിട്ട് തട്ടിച്ച് നോക്കുമ്പോൾ VD സതീശനൊന്നുമല്ല. കേരളത്തിൽ ഇന്ന് UDFൻ്റെ മുഖ്യമന്ത്രിയാകാൻ അനുയോജ്യൻ ആരാണെന്ന് ചോദിച്ചാൽ അത് കണ്ണുമടച്ച് ആരും പറയുന്നൊരു പേരാണ് രമേശ് ചെന്നിത്തലയുടെ. കോൺഗ്രസ് വേറെ ആളില്ല. ഉമ്മൻചാണ്ടി ഉണ്ടായിരുന്നെ ബാലൻസ് ചെയ്ത് ഉമ്മൻചാണ്ടി എന്ന് പറയുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഒരു കാലത്ത് ആൻ്റണിയും കരുണാകരനും തമ്മിലായിരുന്നല്ലോ ഗ്രൂപ്പ് വൈരുദ്ധ്യം ഉണ്ടായിരുന്നത്. രണ്ടാമത് വന്നപ്പോൾ ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയുമായില്ലേ? ഇപ്പോൾ ഉമ്മൻചാണ്ടി ഭരിച്ചു കഴിഞ്ഞപ്പോൾ രമേശ് ചെന്നിത്തല എങ്ങനെ അപ്രസക്തനാക്കുന്നത്? ഇതുവരെ ഈ കോൺഗ്രസിനെ നയിച്ചു കൊണ്ടുവന്നത് അത് വലിയ കുഴപ്പമൊന്നുമില്ലാതെ ആഭ്യന്തരമന്ത്രിയായിട്ടിരുന്നു. ചെറുപ്പസമയത്ത് മന്ത്രിയായ ആളായാണ്, നല്ല KPCC പ്രസിഡൻ്റായിരുന്നു. അപ്പോൾ രമേശ് ചെന്നിത്തലയെ തകർക്കാൻ ശ്രമം നടത്തുകയാണ്. അപ്പോൾ രണ്ടാം തവണ പ്രതിപക്ഷ നേതാവാൻ ശ്രമിച്ചപ്പോൾ അദ്ദേഹത്തെ ഒഴിവാക്കുകയാണ് ഉണ്ടായത്. അദ്ദേഹം ശ്രമിച്ചല്ല, അദ്ദേഹത്തിനെ ബോധപൂർവ്വം ഒഴിവാക്കി VD സതീശൻ വന്നു. ഒന്ന് താരതമ്യപ്പെടുത്തി, പക്ഷേ ഈ തന്നെ താരതമ്യപ്പെടുത്തി നോക്കൂ. പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ രമേശ് ചെന്നിത്തലയുടെ പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ VD സതീശൻ്റെ പെർഫോമൻസും പരിശോധിച്ച് നോക്കിക്കോളൂ. രമേശ് ചെന്നിത്തല സഭയ്ക്കകത്തും പുറത്തും കോടതിയിലും ഗവൺമെൻറ്റിനെതിരെ യുദ്ധം ചെയ്തു. ഏറ്റവും നല്ല കേരളം കണ്ട പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദനായിരുന്നു. VS അച്യുതാനന്ദന് കേസ് കൊടുത്തല്ലേ ശ്രീ R ബാലകൃഷ്ണപിള്ളയ്ക്ക് ഗ്രാഫിക് കേസ് ജയിലിൽ പോകേണ്ടി വന്നു. എന്ന് പറഞ്ഞാൽ ബാലകൃഷ്ണൻ മാത്രമാണ് ഇവിടെ അഴിമതി നടത്തിയിട്ടുള്ള ആൾ. കേരളത്തിൽ അഴിമതി നടത്താത്തവരാണ്. അങ്ങനെ അങ്ങനെ വളരെ അപൂർവമായ സംഭവം അദ്ദേഹത്തിൻ്റെ ഒരു കഷ്ടകാലത്തിന് അങ്ങനെ സംഭവിച്ചു എന്നുള്ളതല്ലാതെ
താരതമ്യേന അഴിമതി കുറഞ്ഞ ആളായിരുന്നു ആർ ബാലകൃഷ്ണപിള്ള സാർ. അല്ല, എല്ലാ കാലത്തും കേരളത്തിൽ അങ്ങനെ അഴിമതിക്കാരായ രാഷ്ട്രീയ നേതാക്കൾ ജയിലിൽ പോകുന്ന ഒരു അവസ്ഥയില്ല. കാരണം പല സംസ്ഥാനങ്ങളിൽ നാം അത് കണ്ടിട്ടുണ്ട്. ബാലകൃഷ്ണ പിള്ള അകത്തായപ്പോൾ തന്നെ എല്ലാവരും ഞെട്ടുന്ന ഒരു സാഹചര്യം. അല്ല, അതാ ഞാൻ പറഞ്ഞു വന്നത്, കേരളത്തിലെ ഏക അഴിമതി കാരൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിനെ കുറ്റപ്പെടുത്താൻ പറ്റില്ലല്ലോ. താരതമ്യേന മറ്റ് പലരെക്കാളിലും ബാലകൃഷ്ണപിള്ള യോഗ്യനായിരുന്നു, അതിന് സംശയമൊന്നുമില്ല. അദ്ദേഹം ശതകോടീശ്വരനായിരുന്നു. അത് അഴിമതിക്ക് രണ്ടാമത് അവിടെ നിൽക്കട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, രമേശ് ചെന്നിത്തലയെ കോർണർ ചെയ്യാൻ കോൺഗ്രസ് ആണ് ശ്രമിക്കുന്നത്. രമേശ് ചെന്നിത്തലയെ ഉയർത്തിക്കാട്ടാൻ ആയിട്ട് സുകുമാരൻ നായരുടെ സ്റ്റേറ്റ്മെൻറ്റ് അതിനപ്പുറം നമ്മളൊരു പ്രാധാന്യം കൊടുക്കണ്ട. സുകുമാരൻ നായർ ഇത് തന്നെ ശശി തരൂരിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞതിൻ്റെ കാര്യം അതാണ്. അതല്ല ഇവിടെ പ്രശ്നം. രമേശ് ചെന്നിത്തലയെ ഉയർത്തിക്കാട്ടാൻ NSS ശ്രമിക്കേണ്ട കാര്യമില്ല. കാരണം NSSൻ്റെ പിന്നെ സമുദായത്തിൽ ജനിച്ചു എന്നുള്ളതല്ലാതെ NSS എന്ന് പറയുന്ന സംഘടനയ്ക്കകത്ത് നിൽക്കുന്ന ഒരാളല്ല രമേശ് ചെന്നിത്തല, അതിന് പുറത്താണ്. രമേശ് ചെന്നിത്തലയെ ശരിക്കും കോൺട്ര ചെയ്യാൻ ശ്രമിക്കുന്നത് ഒന്ന് VD സതീശനും മറ്റൊന്ന് KC വേണുഗോപാലുമാണ്. കാരണം രമേശ് ചെന്നിത്തലയ്ക്ക് സമശീർഷനായ ഒരു നേതാവ് ഇന്ന് കോൺഗ്രസ്സിലില്ല എന്നത് പകൽ പോലെ വ്യക്തമാണ്. ആ സാഹചര്യത്തിൽ രമേശ് ചെന്നിത്തലയുടെ മുകളിൽ NSSൻ്റെ ഒരു ബന്ധം ആരോപിച്ച് അദ്ദേഹത്തെ ചെറുതാക്കാനൊരു ശ്രമം നടത്തിയിട്ടുണ്ടെന്നും രമേശ് ചെറുതാകുമെന്നും ഞാൻ വിചാരിക്കുന്നില്ല. ഇവിടെ ആർക്കൊക്കെയാണ് പിന്നെ സമുദായ സംഘടനകളുമായിട്ട് ബന്ധമില്ലാത്തത്? വയലാർ രവിക്ക് SNDP-യുമായിട്ട് നല്ല ബന്ധമില്ലായിരുന്നു. അടൂർ പ്രകാശിന് SNDP-യുമായിട്ട് നല്ല ബന്ധമല്ലേ? പല പിന്നെ ക്രൈസ്തവ മന്ത്രിമാർക്കും ബന്ധപ്പെട്ട സഭകളുമായിട്ട് നല്ല ബന്ധം ഉണ്ടായിരുന്നില്ലേ? ഇതൊക്കെ കേരളത്തിലെ പകൽ പോലെ യാഥാർത്ഥ്യമല്ലേ? അപ്പോൾ ഒരാളെ ഒറ്റ തിരിഞ്ഞ് NSSൻ്റെ ഒരു മീറ്റിങ്ങിന് പോയി അതുകൊണ്ട് അദ്ദേഹത്തെ കോൺട്ര ചെയ്യാൻ നടത്തുന്ന ശ്രമം ഒരു ഗുണവും ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം കേരളീയരെ അത്യാവശ്യം ബുദ്ധിയുള്ള ആളുകളാണ്. അവർക്ക് ഇലക്ഷനോട് പ്രതികരിക്കേണ്ടത് എങ്ങനെയാണെന്ന് വ്യക്തം. അല്ല, ഇനി അവസാന ഘട്ടത്തിൽ തിരിച്ചറിഞ്ഞ് രമേശ് ചെന്നിത്തല തന്നെ തള്ളിപ്പറയുമോ? മുൻപ് നാം കണ്ടതുപോലെ തന്നെ ഈ NSSൻ്റെ പിന്തുണ തനിക്ക് ആവശ്യമില്ല, തന്നെ നായർ ലേബൽ ചെയ്യാൻ ശ്രമം നടത്തേണ്ടെന്ന് അവസാനം തള്ളിപ്പറയുമോ? അല്ല, അത് പറയുമോ എന്ന് ചോദിച്ചാൽ നമുക്ക് രമേശിനെ തന്നെ മറുപടി പറയാൻ നോക്കിയിട്ടു. അത്ര വലിയൊരു ലേബലിങ് ഈ കഴിഞ്ഞ സമ്മേളനത്തിൽ നടന്നായിട്ട് എനിക്ക് തോന്നുന്നില്ല. രമേശ് NSSൻ്റെ പുത്രനാണ്. അത് ഒഴിവാക്കേണ്ട സ്റ്റേറ്റ്മെൻ്റ് ആയിരുന്നു തന്നെയാണ് എൻ്റെ അഭിപ്രായം. ഒഴിവാക്കേണ്ട സ്റ്റേറ്റ്മെൻറ്റ് തന്നെയായിരുന്നു. ബുദ്ധിയുള്ളൊരു സമുദായ നേതാവ് ഇത്തരം വിഡിത്തങ്ങളൊന്നും കിട്ടിയെഴുന്നള്ളിക്കത്തില്ല. ബുദ്ധിയുള്ളവൻ, ബുദ്ധിയില്ലാത്ത ആളുകൾക്ക് എന്താ വേണമെങ്കിലും പറയാമല്ലോ. അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് പറയുന്നില്ല. അദ്ദേഹത്തിൻ്റെ ബുദ്ധിവൈഭവത്തെക്കുറിച്ച് ഞാൻ ചർച്ച ചെയ്യുന്നില്ല. അതൊരിക്കലും ഒരു സമുദായ നേതാവ് പറയേണ്ട കാര്യമല്ലത്. അത് പറഞ്ഞുകൊണ്ട് ഗുണമല്ല ദോഷമേ ഉണ്ടാവുകയുള്ളൂ എന്നുള്ള ചിന്തിക്കുന്നൊരാകാൻസ്. പക്ഷേ അതുകൊണ്ട് രമേശ് ചെന്നിത്തല അത് തള്ളിപ്പറയേണ്ട ഒരു കാര്യമില്ല അതിനകത്ത്. കാരണം വെച്ചാൽ മറ്റും മന്ത്രിയായിട്ടിരിക്കുകയാണ്. രമേശ് ചെന്നിത്തല മന്ത്രിയായിട്ടിരിക്കുകയും സുകുമാരൻ നായരുടെ സ്റ്റേറ്റ്മെൻറ്റാണ് രമേശിന് പിന്നെ ആഭ്യന്തര മന്ത്രി സ്ഥാനം നേടിക്കൊടുത്തതെന്ന് വ്യാപകമായ പരാതി പറയുകയും ചെയ്തപ്പോൾ ആണ് രമേശ് പറഞ്ഞത് എന്നെ ഒരു സമുദായത്തിൻ്റെ ലേബലിൽ ഒതുക്കി നിർത്തുന്നത് ശരിയല്ല എന്ന്. ഉമ്മൻചാണ്ടിയെ ഓർത്തഡോക്സ് സമുദായത്തിൻ്റെ ലേബലിൽ നമുക്ക് ഒതുക്കി നിർത്താൻ എടുക്കും. അങ്ങനെ ആരെങ്കിലും ശ്രമിച്ചു? വയലാർ രവിയെ ഈഴവ സമുദായത്തിൻ്റെ ലേബലിൽ ഒതുക്കി നിർത്താൻ ആരെങ്കിലും ശ്രമിച്ചു? ആരും ശ്രമിച്ചില്ലല്ലോ. ഇവരൊക്കെ അതാത് സമുദായങ്ങളിൽ ജനിച്ചില്ല. മറിച്ച് രമേശ് ചെന്നിത്തലയെ മാത്രമായിട്ട് ഒറ്റ തിരിഞ്ഞ് കൊണ്ടുവന്നപ്പോൾ പല കാരണങ്ങളുണ്ട്. കോൺഗ്രസ് ശക്തമാകും, ഐ ഗ്രൂപ്പ് ശക്തമാകും, അങ്ങനെ ഒരുപാട് വസ്തുതകൾ ഒരു പക്ഷേ അതിൻ്റെ പുറകിൽ കാണുമായിരിക്കും. രണ്ടാമത് ശ്രീജിത്ത് ചോദിച്ചതുപോലെ സുകുമാരൻ നായരുടെ സ്റ്റേറ്റ്മെൻറ്റിനെ തള്ളിക്കളയുമെന്നാണ് എന്നോട് ചോദിച്ചത്. അതിൻ്റെ ഒരു സാധ്യത ഞാൻ കാണുന്നില്ല, അതിൻ്റെ ഒരു ആവശ്യമുണ്ടെന്നും എനിക്ക് തോന്നുന്നില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.